ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെ കേക്ക് ഓർഡേഴ്സുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നത് മോൻക്ക് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മോൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് LKGയിലത്തെ. അപ്പോൾ അവനക്ക് ആധാർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊരട്ടിക്കാരുള്ള അക്ഷയയിലേക്കാണ് കേട്ടോ പോയത്. നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു അക്ഷയയാണ്. ഇതുപോലെ ബാക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പ് പോലെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടുള്ള ഒരു അക്ഷയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ വൈകിട്ട് സ്പഞ്ചസൊക്കെ റെഡിയാക്കണം. പിറ്റേ ദിവസത്തേക്ക് 2-3 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് കൊടുക്കാനായിട്ട് 3 ഡ്രസ്ലെച്ചസിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ചസ് ഞാൻ സ്ക്വയറിൻ്റെ ബേസിലാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽക്ക് കട്ട് ചെയ്തിട്ട് വെക്കാൻ എളുപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 3 ഹാഫ് kgയുടെ ഡ്രസ്ലെച്ചസ് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം പിന്നെ പോയത് പിറ്റേ ദിവസത്തേക്ക് ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇളനീവ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അത് അക്കിക്കാവ് ഫുള്ള് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയത് എരുമ്പട്ടിക്കായിരുന്നു കേട്ടോ. അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്നതിൻ്റെ ശേഷം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഐസിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പഞ്ചസും വേഗം റെഡിയാക്കി എടുത്തിട്ടാണ്. അപ്പോൾ അത് ഒരുമിച്ച് തന്നെയാണ് ഐസിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കാണ് കേട്ടോ ഐസിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വാനില സ്പഞ്ച് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും അതുപോലെ ഇളനീരിൻ്റെ പൾപ്പും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അധികം ഫില്ലിങ് വരുന്ന കേക്കിനൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ഫുള്ള് ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയൊരു വിള്ളലൊക്കെ വന്നിട്ട് ഫില്ലിങ് എല്ലാം പുറത്തേക്ക് വരാറുണ്ട് കേട്ടോ കേക്കിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കേക്കിന് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെയറിലായിട്ട് ഇളനീരിൻ്റെ പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ ഇളനീരിൽ ഒന്നിൽ തീരെ പൾപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് ഇതുപോലെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പീസസും ഇടയിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫുള്ള് ക്രം കോട്ട് ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഐസിങ് ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് 2 കേക്കും ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അന്ന് നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫ്രിഡ്ജിൽ എത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ രാവിലെയാണ് കേട്ടോ ചെയ്ത്. പിന്നെ അധികം ഫില്ലിങ് വരുന്ന കേക്കൊക്കെ ഞാൻ തലേ ദിവസം ക്രം കോട്ട് ചെയ്ത് വെക്കാറാണ്. പിന്നെ പിറ്റേ ദിവസം നേരത്തെ എണിച്ചിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ടൊക്കെ ചെയ്യാറ്. അങ്ങനെ കിച്ചണിലത്തെ വർക്കുകളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കേക്കിൻ്റെ വർക്കും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് പിന്നെ ഐസിങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കസ്റ്റമറിന് അധികം കളറൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ ഡിസൈൻ ആ ടൈമിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ അതിനായിട്ട് പിന്നെ സൈഡിൽ ഇതുപോലെ ഒന്ന് ലൈൻ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. പിന്നെ അതിൻ്റെ ശേഷം മറ്റേ ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ചൂട് തുടങ്ങിയതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ ക്രീമിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. എത്ര നല്ലപോലെ ബീറ്റ് ചെയ്താലും നമ്മുടെ ഐസിങ് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ അത് മെൽറ്റായി തുടങ്ങും. പിന്നെ അതുപോലെ എയർ ബബിൾസൊക്കെ കയറിയിട്ട് ഒരുമാതിരി ആയി തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ദേഷ്യം വന്നു തുടങ്ങും കേട്ടോ. എത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മളിതൊക്കെ ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ദേഷ്യം വരും. പിന്നെ ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്ക് ടെൻഡർ കോക്കനട്ട് കേക്കാണിത്. ഇത് ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫുട്ബോൾ തീമിലായിരുന്നു കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളർ എടുത്തിട്ട് കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് 1 kg കേക്കാണ്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാനായ കാരണം അതിൽ സിമ്പിൾ ഡിസൈൻ സൈഡിൽ കൊടുത്തിട്ട് അടിയിൽ ഇതുപോലെ നെയിമും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയിട്ട് അത് കൊണ്ടുകൊടുത്തു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ചെയ്തത് ടെൻഡർ കോക്കനട്ട് കേക്കാണ്. അപ്പോൾ അത് ഫുട്ബോൾ തീമിലായതുകൊണ്ട് കുറച്ച് ഫുട്ബോളിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രസീലിൻ്റെ ഒരു തീമിലാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടോപ്പേഴ്സ് ചെയ്തിട്ട് അതുപോലെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്കും ഇതാണ് കേട്ടോ.
അപ്പോൾ അതങ്ങനെ രണ്ടും ഒരുമിച്ച് ഒരു 10 മണി ടൈമിൽ തന്നെ ആയിരുന്നു കേട്ടോ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കൊണ്ടുകൊടുത്തത്. അതിന് ശേഷം പിന്നെ ടെൻഡർ കോക്കനട്ട് കൊണ്ടുകൊടുത്ത് അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൊണ്ടുകൊടുത്തത്. ഞങ്ങൾക്ക് വേറൊരു വഴിക്ക് കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.